ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയോട് കൂടിയുള്ള ഒരു കറിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനായി ഞാനിവിടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തു. മൂന്ന് വലിയ ഉരുളക്കിഴങ്ങും പിന്നെ അതോടൊപ്പം തന്നെ 4-5 ചെറിയ ഉരുളക്കിഴങ്ങ് കൂടി പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് ഉടച്ച് വെക്കാം. അതിനുശേഷം നമുക്ക് പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം എണ്ണ ചൂടായി വരുമ്പം കടുകിട്ട് കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അതുപോലെ ഒത്തിരി ചേരുവകളൊന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ചേർത്ത് നമുക്ക് വളരെ വേഗത്തിൽ ഇത് തയ്യാറാക്കാം. അതുപോലെ തന്നെ ചപ്പാത്തികളോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് വേറെ കറിയൊന്നും വേണ്ട. ഞാനിവിടെ കടുക് പൊട്ടിയതിന് ശേഷം സവാള ഉള്ളി ചേർത്ത് കൊടുത്തു. അതിലേക്ക് ഉപ്പ് ചേർത്തു. ഉപ്പ് ചേർത്തതിന് ശേഷം പച്ചമുളക് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. നല്ലവണ്ണം ഒന്ന് വഴന്ന് വരണം, അധികം മൂത്ത് പോകാതെ തന്നെ. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കഴിക്കാൻ എന്നും എന്തെങ്കിലുമൊക്കെ കറികൾ വേണമല്ലോ. അതുപോലെ തന്നെ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്ന കറി അധികം ടേസ്റ്റ് ഇല്ലല്ലോ. അതുപോലെ തന്നെ നമുക്ക് ലൂസായിട്ട് തന്നെ എടുക്കാൻ പറ്റും. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഉരുളക്കിഴങ്ങ് ആകുമ്പോൾ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമല്ലോ. ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തു. ഇനി അതിന് ശേഷം അതൊന്ന് മൂത്ത് വരുമ്പം ചെറുതായി അരിഞ്ഞ് വെച്ച തക്കാളി കൂടി ചേർത്ത് കൊടുത്തു. ഞാനിങ്ങനെയൊക്കെയാണ് അരിയുന്നത്. സവാളയൊക്കെ ഷേപ്പൊന്നും ഇല്ലാതെ തക്കാളിയൊക്കെ ഒരു ഷേപ്പിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അരിഞ്ഞെടുക്കാമല്ലോ. അങ്ങനെ അരിഞ്ഞതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തു. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് അല്പം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഗരം മസാല ചേർക്കാം. എനിക്ക് ഗരം മസാല ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനിതിനകത്ത് ചേർത്തിട്ടില്ല. പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇഷ്ടമുള്ള മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി അതെല്ലാം ഒന്ന് പച്ചമണം മാറിക്കിട്ടുമ്പോൾ നമ്മൾ ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് ഇളക്കി നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. നല്ലവണ്ണം ഉരുളക്കിഴങ്ങ് വെന്തതാണ്, എന്നാലും അതിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കണ്ടേ. അന്നേരം അതുപോലെ നമുക്ക് നല്ലവണ്ണം ഇളക്കണം. ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് ഒന്നുകൂടി നല്ലത്. ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ചൂടുവെള്ളം ഒഴിച്ചെടുക്കുക, അല്ലെങ്കിൽ പച്ചവെള്ളം ആണെങ്കിൽ കുഴപ്പമില്ല. ഇനി ഇതെല്ലാം ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. അതൊന്ന് നല്ലവണ്ണം ചാറൊന്ന് കുറുകി വരണം. നമുക്ക് ചപ്പാത്തി കഴിക്കാനല്ലേ, ചോറ് കഴിക്കാനല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ കുറുകി വരുമ്പം നമുക്കിതിലേക്ക് ഇനിയും കസ്തൂരി മേത്തിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതോടൊപ്പം തന്നെ മല്ലിയില ചേർത്ത് ഇളക്കി ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അത് നമുക്ക് വാങ്ങി ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.